പഴുത്ത പഴം വീട്ടിലുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരമാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ അതുണ്ടാക്കുന്നതിനായിട്ട് 4 നല്ല പഴുത്തിട്ടുള്ള പഴമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ പഴം എടുത്തിട്ട് ഇതാ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മളൊരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്മാഷറോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ട് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ബെല്ലാണ് കേട്ടോ, ഒരാണി ബെല്ലാണ് നമ്മൾ ഉരുക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ബെല്ലം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ 2 ഏലക്കായ് പൊടിച്ചതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ശേഷം നമ്മൾ കുറച്ച് ബദാമും കുറച്ച് കാഷ്യൂ നട്ട്സും കൂടി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്, അത് അതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ കുറച്ച് തേങ്ങ ചിരവിയത്, ഒരു പിടി തേങ്ങ ചിരവിയതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു മുട്ടയും കൂടി നമ്മൾ അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ശേഷം നമ്മളൊരു ഒരു തുള്ളി വാനില എസൻസും കൂടി ഇട്ടിട്ടുണ്ട്. ആ മുട്ടയുടെ പച്ചമണം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് ഗോതമ്പ് പൊടി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കുറച്ചായിട്ട് ഇതുപോലെ കുറച്ചായിട്ട് അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മളിതാ ഇതുപോലെ മുഴുവനായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഗോതമ്പ് പൊടി മുഴുവനായിട്ട് ആവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ആ 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തപ്പോഴാണ് നമുക്കിതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഇതുപോലുള്ളൊരു പാത്രം നമ്മൾ എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് തൂവി കൊടുക്കുക കേട്ടോ. നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന പാത്രമാണിത്. ഇതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് തൂവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിലേക്ക് ആ ബാറ്റർ മുഴുവനായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ച ശേഷം നമ്മൾ അതിൻ്റെ മേലെ കുറച്ച് ഈത്തപ്പഴം, ഒരു 2 ഈത്തപ്പഴം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ആ 2 ഈത്തപ്പഴം നമ്മൾ നീളത്തിൽ അരിഞ്ഞിട്ട് അതിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ ആ നട്ട്സ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. മേലെ ജസ്റ്റ് വെച്ചെടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല വെച്ചിട്ടില്ലെങ്കിലും. അപ്പോൾ നിങ്ങളിത് എന്നിട്ട് നമ്മളിത് ആവിത്തട്ടിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആവിത്തട്ടിലേക്ക് ഇറക്കി വെച്ചിട്ട് 25 മിനിറ്റ് നമ്മളിതൊന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. 25 മിനിറ്റ് ഇതൊന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉള്ളൊക്കെ വെന്ത് നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലുള്ള ഓൾ എന്ന ഓപ്ഷൻ ഞെക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഓയിലൊന്നും ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഹെൽത്തിനും നല്ലതാണ്. എൻജോയ്.